ഹായ് ഓൾ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ് ഫ്രം സൈലം ലേണിംഗ്. മക്കളെ, മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ചാപ്റ്ററിന് ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഏതെല്ലാം ഏരിയയിൽ നിന്നാണ് ഈ ചാപ്റ്ററിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരിക. ആ ഏരിയ നമുക്ക് കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ മക്കളെ, ഗ്രാഫിൽ നിന്നാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്പ് ഗ്രാഫുകളാണ്. വെലോസിറ്റി ടൈം ഗ്രാഫും പഠിക്കാനുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫും പഠിക്കാനുണ്ട്, അല്ലേ? സോ ഇവിടെ കാണുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ്. 2 ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് കൺക്ലൂഷൻ ഡു യു ഡ്രോ അബൌട്ട് ആക്സലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ മോഷൻ ഫ്രം ഗിവൺ വെലോസിറ്റി ടൈം ഗ്രാഫ്? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ആക്സലറേഷനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? ആക്സലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി മാറുന്ന, ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ് ആക്സലറേഷൻ. ആ കാര്യം നമുക്കറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ആക്സലറേഷൻ്റെ വാല്യൂ എത്രയാണ് മക്കൾ? പെട്ടെന്ന് പറ. ഇവിടെ നോക്കിയേ, വെലോസിറ്റിക്ക് ഇനീഷ്യലി ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതേ വാല്യൂയിൽ കണ്ടിന്യൂ ചെയ്യാണ്. വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല. വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. ആക്സലറേഷൻ 0 മീൻസ് വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. എങ്കിൽ ഇവിടെ നോക്ക് മക്കളെ, ദാ നോക്കിക്കേ, ഇവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ട്. ഇനീഷ്യലി ഉള്ള വാല്യൂ അല്ല, സമയം കൊണ്ട് വെലോസിറ്റി കൂടി വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷനാണ്. ഓക്കെ, ഇനി നോക്ക് മക്കളെ, ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് കൃത്യമായി പഠിച്ചിരുന്നത്? നമുക്കറിയാം, ഈ കാണുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്, അതിൻ്റെ ചെരിവാണ് ആക്സിലറേഷൻ. കാര്യം അറിയാമല്ലോ, പോയിന്റ് ഓർത്ത് വെക്കണം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ സിംഗിൾ സ്ലോപ്പ് അല്ലേ ഉള്ളൂ, ഒരൊറ്റ ചെരിവല്ലേ ഉള്ളൂ. സോ ആക്സിലറേഷൻ ഒരു വാല്യൂ ഉള്ളൂ. നമുക്കതിനെ പറയാൻ കഴിയും യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷനാണ് ഈ കാണുന്നത്, അല്ലേ? സപ്പോസ് ഗ്രാഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കത് യൂണിഫോം ആക്സിലറേഷൻ പറയാൻ കഴിയില്ല, നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. സോ അതായത് ഡിഫറെൻറ്റ് റീജിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് അല്ല, ഇവിടുത്തെ സ്ലോപ്പ് മാറിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ പോയിന്റ് ഇങ്ങനെയാണ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് തരും? യെസ്, നിങ്ങളുടെ മനസ്സിലുണ്ട്, ദാറ്റ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? സോ ഈ കേസിൽ ഞാൻ ഈ ഷെയ്ഡഡ് ഏരിയ ഇതെടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടികൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടെ മാത്രമല്ല, ഇവിടെയും ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് നൽകുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ സ്ലോപ്പ് എടുക്കാം, സ്ലോപ്പിൻ്റെ വാല്യൂ 0 ആയിരിക്കും, അതുകൊണ്ടാണ് ആക്സിലറേഷൻ 0 ആയത്. സോ ഈ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇതാണ് ഗ്രാഫുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ വരുന്നത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ദാ ഇക്വേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഏതൊക്കെയാണ് ഇക്വേഷൻസ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ഇക്വേഷൻ പഠിച്ചേ തീരൂ. ഇത് പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും സെറ്റാക്കാൻ പറ്റുള്ളൂ. നിർബന്ധമായും പഠിക്കണം. ഓക്കെ, വി എന്താണ് മക്കളെ? ഫൈനൽ വെലോസിറ്റി ആണ്. യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എ ആക്സിലറേഷൻ ആണ്. ടി ടൈം ആണ്. എസ് എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. യു അഗെയിൻ ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം ആണ്. ഹാഫ് എ ആക്സിലറേഷൻ ആണ്, ടി ടൈം. ഓക്കെ, v square is the final velocity square and u square is initial velocity square ആണ്. 2as a acceleration, s is displacement. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ ഇതിലും ചെയ്യാനുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസ്റ്റൻസ് കവേർഡ് എന്നായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അണ്ടർ ദ കൺസിഡറേഷൻ ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിക്കോളൂ മക്കളെ, എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഒരു കാര്യമുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്, യു ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് എ തന്നിട്ടുണ്ട് 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോർ 2 മിനിറ്റ്സ്. ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 2 മിനിറ്റ്സ് ആണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം വരുന്നത്. നോക്കിയേ മക്കളെ, ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ്, ടൈം മിനിറ്റിലാണ്. സോ ടൈം മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 60 ചെയ്യണം, ബിക്കോസ് 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. സോ നമുക്ക് ആൻസർ കിട്ടും 120 സെക്കൻഡ് ആണ് അവിടുത്തെ ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യനിലെ ഗിവൺ ഡാറ്റ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നാൽ ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം.
ഒരു ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആകുന്നു എന്നാണ് അർത്ഥം. സ്റ്റോപ്പിലേക്ക് വരുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ക്ലിയർ? ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്പീഡ് അക്വയർഡ്, അത് അക്വയർ ചെയ്ത വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ കുറിച്ചാണ് ചോദിച്ചത്. v = u + at എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. നോക്കിക്കേ മക്കളെ, 0 + a എത്രയാണ് 0.5 ഇൻറ്റു t². സോറി, v = u + at എന്ന് മാത്രമേ ഉള്ളൂ, t² ഇല്ല. ടിയുടെ വാല്യൂ 120. സോ 120 ഇൻറ്റു 0.5. 0.5 is actually 1/2. സോ 1/2 ഇൻറ്റു 120. 120ൻ്റെ പകുതി, ദാറ്റ് ഈസ് 60 m/s. വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, ബി പാർട്ടിൽ എന്താണ് ചോദിച്ചത്? ദ ഡിസ്റ്റൻസ് ട്രാവൽ നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് s=, പക്ഷേ കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ്, ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മൂവ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയും സ്പീഡും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ സ്പീഡ് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? വെലോസിറ്റി കണ്ടുപിടിച്ചത്. കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. s = ut + half at² ആണ് നമ്മുടെ ഇക്വേഷൻ. എഗെയിൻ ഫസ്റ്റ് ടേമിൽ u ഇൻറ്റു ടി, u 0 ആണ്, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ut 0. യെസ്, ഹാഫ് ഇൻറ്റു 0 + ഹാഫ് ഇൻറ്റു a എത്രയാണ് മക്കളെ 0.5 ആണ്, ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ 120² വരും. ഓക്കെ, സോ ദിസ് ഈസ് 1/2 ഇൻറ്റു 1/2 എന്ന് എഴുതട്ടെ. 0.5 is 1/2. ദാറ്റ് ഇൻറ്റു 120 ഇൻറ്റു 120. ക്ലിയർ? സോ ഈ ടൂവും വെട്ടിയാൽ നമുക്ക് കിട്ടും 60 എന്ന് കിട്ടും. ഈ ടൂവും വെട്ടിയാൽ അഗെയിൻ 60 കിട്ടും. 6 × 6 36 and 2 zeros. This much meter. Can write that as 3.6 kilometer. So that is the final answer. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 3.6 കിലോമീറ്റർ ആണെങ്കിൽ 3600 മീറ്റർ, 3600 മീറ്റർ എന്ന കാര്യം കിട്ടും. ഓക്കെ, സോ അതാണ് ആ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയെടുക്കുന്ന ടേംസ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. എങ്ങനെയാണ് കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. ഗിവൺ ഡാറ്റയെ എഴുതാൻ അറിയണം. ഓക്കെ, നമുക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. എ കാർ ആക്സിലേറ്റ് യൂണിഫോംലി ഫ്രം, ഇവിടെ ഫ്രം എന്ന് പറഞ്ഞു, വിച്ച് മീൻസ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ u = 18 km/h. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. v = 36 km/h in 5 seconds. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 5 seconds. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ. a = എത്രയാണെന്ന് ചോദിച്ചു, അതുപോലെ തന്നെ s = എത്രയാണെന്ന് ചോദിച്ചു. സോ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, നേരത്തെ ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ കൺവേർഷൻ്റെ സ്റ്റെപ്പ് മാത്രം വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കുക മക്കളെ, 5 seconds ആണ്. സോ 18 കിലോമീറ്ററിനെ നമ്മൾ m/s നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 km/h = 5/18 m/s. ഈ കാര്യം നമ്മൾ വ്യക്തമായി ലൈവുകളിലൊക്കെ പഠിച്ചതാണ് അല്ലേ? കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം 5/18 കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 18 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 × 5/18, ഇതും കട്ടായാൽ ഗെറ്റ് 5 m/s. അപ്പോൾ 18 km/h എന്ന് പറഞ്ഞാൽ 5 m/s ആണ് കിട്ടി. സിമിലർലി 36 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 36 × 5/18, ഇതും കട്ട് ചെയ്താൽ 2 കിട്ടും. 10 m/s. ഈ കൺവേർഷനാണ് ഈ ക്വസ്റ്റ്യനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ച ആദ്യത്തെ കാര്യം എന്താണ്? ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ a = v - u/t. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് ഡയറക്റ്റ്ലി ആക്സിലറേഷൻ ഇക്വേഷൻ അറിയാം. a = v - u/t എന്നറിയാം. അല്ലെങ്കിൽ v = u + at ഉണ്ട്. റീഅറേഞ്ച് ചെയ്താലും യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് അവിടുത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v എത്രയാണ് മക്കളെ? 10 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല, 5 ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 5 m/s അല്ലേ? 10 - 5 divided by 5. So that is 5 divided by 5. The answer is 1 m/s². Acceleration unit എന്താണ്? m/s² ആണ്. So this is the first section. രണ്ടാം സെക്ഷൻ ചോദിച്ചത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എസ് ആണ് ചോദിച്ചത്. s = ut + half at². ഓക്കെ, u എത്രയാണ് മക്കളെ? u നമുക്കറിയാം 5 ആണ്. 5 ഇൻറ്റു ടൈം എത്രയാണ്? 5 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? 1 ആണ്. ടൈം അഗെയിൻ 5 ആണ്. 5². സോ ഇത് നമ്മൾ ഓരോന്നും ചെയ്യണം. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ ടേം ചെയ്തതിന് ശേഷം ഈ ടേം ചെയ്യുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. ബോർഡ് മാസ് റൂൾ തീർച്ചയായിട്ടും ഓർക്കണം. സോ 5 × 5 is 25 പ്ലസ് ഹാഫ് ഇൻറ്റു 5². 5² is 25. 25/2. 25/2. That is actually 25 plus 25 half എത്രയാടാ? 12.5. So 25 plus 12.5 is 37.5 meter. കിട്ടിയോ മക്കളെ?
സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ആ അതിൻ്റെ സ്റ്റെപ്പുകൾ ഓർത്ത് വയ്ക്കണം, കൺവേർഷനും ഓർത്ത് വയ്ക്കണം. അതാണ് ഈ ക്വസ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ശ്രദ്ധിക്കണം. നോക്കൂ മക്കളെ, an object travels 16 meter in 4 seconds and 19 meter in 3 seconds. What is the average speed of the object? നമ്മൾ സാധാരണ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ആവറേജ് സ്പീഡ് കാണാൻ പറഞ്ഞാൽ ഈ സ്പീഡ് കാണും, ദെൻ ഈ സ്പീഡ് കാണും, രണ്ടും കൂടി ആഡ് ചെയ്യും, ഡിവൈഡ് ബൈ 2 ചെയ്യും. അത് തെറ്റാണ്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ഇക്വേഷൻ? ആവറേജ് സ്പീഡ്, ശ്രദ്ധിച്ച മക്കളെ, ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. മറന്നു പോകരുത്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇനീഷ്യലി ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് 16 മീറ്റർ ആണ്. കണ്ടോ നിങ്ങൾ, 16 പ്ലസ് പിന്നെ ഒബ്ജക്റ്റ് എത്ര പോയി? 19 മീറ്റർ പോയി. ഓക്കെ, ഡിവൈഡഡ് ബൈ 16 മീറ്റർ പോയത് 4 സെക്കൻഡ് കൊണ്ടാണ്, 4. യെസ്, ദെൻ 3. ക്ലിയർ? 16 പ്ലസ് 19 ഈസ് 35. 35 അല്ലേ? Yes, 35 divided by 7. So the answer is 5 meter per second. ഇതാണ് അവിടുത്തെ ആവറേജ് വെലോസിറ്റി. ക്ലിയർ? ഈ കാര്യം ഓർത്ത് വെക്കണം. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്നാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഈസ് ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഈസ് ആവറേജ് വെലോസിറ്റി. ഓർത്ത് വെക്കുക. ദിസ് ഇസ് ഇറ്റ്. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ അറിയണം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിലെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് an athlete runs on a circular track whose radius is 70 meter with a constant speed. അപ്പോൾ അത്ലറ്റ് മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടോ എന്ന് വിചാരിക്കുക. സർക്കുലാർ ട്രാക്ക് ആണ്, കോൺസ്റ്റന്റ് സ്പീഡാണ്. സർക്കുലാർ ട്രാക്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ പോയാൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. ഓർമ്മ ഉണ്ടാവും, ആ ടേം കൂടി ഓർത്ത് വെക്കണേ. യെസ്, ഇറ്റ് ടേക്ക് 20 സെക്കൻഡ് റീച്ച് പോയിന്റ് ബി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് എ. ഇവിടെ നിങ്ങൾ എത്താൻ 20 സെക്കൻഡ്സ് എടുത്തത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക മക്കളെ, ആദ്യം നമ്മളോട് ചോദിച്ചത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്താ? ലെങ്ത് ഓഫ് പാത്ത് കവേർഡ്. ഡിസ്റ്റൻസ് ഡെഫിനിഷൻ എന്തായിരുന്നു? ലെങ്ത് ഓഫ് പാത്ത് കവേർഡ്. അത് കവർ ചെയ്ത പാത്തിൻ്റെ ലെങ്ത്. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദാ ഇവിടേക്ക് എത്തി അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിലാണ് എത്തിയത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് കറങ്ങി വരുമ്പോൾ സർക്കംഫറൻസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡിസ്റ്റൻസ് എന്നാൽ, ശ്രദ്ധിക്കണേ, ഡിസ്റ്റൻസ് എന്നാൽ സർക്കംഫറൻസിൻ്റെ പകുതിയാണ് അല്ലേ? കംപ്ലീറ്റ് കറങ്ങി വരുമ്പോൾ സർക്കംഫറൻസ് ആവും, അതിൻ്റെ പകുതി അല്ലേടാ ഈ കറങ്ങി വന്നത്. സോ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 2πr ദാറ്റ് ഡിവൈഡ് ബൈ 2. നമ്മൾ കാണേണ്ടത് π × r ആണ്. ക്ലിയർ? ഈ 2 കട്ടായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് πr ആണ്. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. നമുക്കറിയാം 3.14 എന്നൊരു വാല്യൂ പൈനുണ്ട് അല്ലേ? പക്ഷേ ആ വാല്യൂ അല്ല ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ വാല്യൂ അറിയോ? π is equal to 22/7. ഇങ്ങനൊരു വാല്യൂ കൂടി കേട്ടിട്ടില്ലേ? 22/7. അതാണ് ഉപയോഗിക്കേണ്ടത്, കാരണം കട്ട് ചെയ്യാൻ എളുപ്പം അതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബി 22/7 ഇൻറ്റു r. എത്രയാണ് നോക്കിയേ? 70 മീറ്റർ. 72 10. സോ ഡിസ്റ്റൻസ് ഈസ് 220 മീറ്റർ. സിമ്പിൾ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇപ്പോൾ ഐഡിയ മക്കൾ കിട്ടിക്കാണും അല്ലേ? ദാ എ എന്ന് പറഞ്ഞ പോയിൻ്റ് നേരെ ഓപ്പോസിറ്റ് പോയിൻ്റാണ് ബി എങ്കിൽ ഇത് റേഡിയസ് ആയിട്ടുള്ള 70, ഇതെന്താണ്? റേഡിയസ് ആയിട്ടുള്ള 70. സോ ദിസ് ഇസ് ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് 70 + 70. 60 is the radius given അല്ലേ? 70 + 70 is 140 മീറ്റർ. നിങ്ങൾ മനസ്സിലാക്കിയോ? ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 140 ഉള്ളൂ, പക്ഷേ ഡിസ്റ്റൻസ് എത്ര ഉണ്ട്? 220 ഉണ്ട്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ ഈസ് അബൌട്ട് സ്പീഡ്. അപ്പോൾ നിങ്ങൾ പറയണം സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതല്ലേ മക്കളെ സ്പീഡിൻ്റെ ഇക്വേഷൻ? യെസ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് 220. ഡിസ്റ്റൻസ് 220 ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 140. 220 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? ഇറ്റ് ടേക്ക് 20 സെക്കൻഡ്. യെസ്, ടൈം ഈസ് 20. സോ ദ E0 വെട്ടി 22/2 ഈസ് 11 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ.
അപ്പോൾ ഈ ഒരു സർക്കുലാർ പാത്തിൻ്റെ കേസ്, സർക്കുലാർ മോഷൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. സർക്കുലാർ മോഷൻ്റെ ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. ഓക്കെ, ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോൾ അത് പോകുന്ന ഡിസ്റ്റൻസ് എന്നാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിളാണ്. ഹാഫ് ആകുമ്പോൾ ഹാഫ് ഓഫ് സർക്കംഫറൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ആണെങ്കിൽ ഡയമീറ്റർ ആയിരിക്കും. ഇപ്പോൾ ഈ പോയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് വെച്ച് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ആൻഡ് മൂവിങ് ടു ദി ഫൈനൽ ക്വസ്റ്റ്യൻ. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻസർ കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനോഹരമായ ക്വസ്റ്റ്യൻ. എ ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 72 km/h. അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 72 km/h. ഇറ്റ് ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് 1/2 km in 1 minute. ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാണ് 1 മിനിറ്റ് കൊണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ. എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയാണ് നിങ്ങൾ ട്രിക്ക് ഉപയോഗിക്കേണ്ടത്. കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മളോട് പറഞ്ഞത് ട്രെയിൻ മൂവ് ചെയ്യുന്ന സ്പീഡാണ് അല്ലേ? സ്പീഡ് നമ്മൾ തൽക്കാലം വി എന്ന ലെറ്ററിന് എടുത്തു. സ്പീഡ് 72 km/h ആണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് എന്നുണ്ട്, 1/2 km എന്ന്. അപ്പോൾ ഒരുപാട് യൂണിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം SI യൂണിറ്റിലേക്ക് മാറ്റി മീറ്റർ പെർ സെക്കൻഡിലേക്ക് തന്നെ മാറ്റാൻ പോവുകയാണ്. ഓക്കെ, മീറ്ററിലേക്കും സെക്കൻഡിലേക്കും. അപ്പോൾ 72 km/h എന്ന് പറഞ്ഞാൽ 72 × 5/18. 18 72-ൽ 4 times. 4 × 18 is 72. സോ ആൻസർ 20 m/s ആണ്. ഇതെന്താണ്? ആ ട്രെയിനിൻ്റെ വെലോസിറ്റിയാണ്. മനസ്സിലായോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ട്രെയിൻ ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്ന സമയം 1 മിനിറ്റാണ്. അപ്പോൾ ടൈം എത്രയാണ്? ടൈം is equal to 1 minute. കിട്ടിയോ മക്കളെ? എങ്കിൽ അവിടുത്തെ ആകെ ഡിസ്റ്റൻസ് കവേർഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ്റ്റൻസ് കവേർഡ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു വെലോസിറ്റി അല്ല, സ്പീഡാണ്. സ്പീഡ് ഇൻറ്റു, ഇതിൽ സംശയമുണ്ടോ? ഇതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്കറിയാം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടാൻ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ എത്ര കിട്ടി? 20 × 1 minute എന്നാൽ 60 seconds ആണ്. ഓക്കെ, സോ 20 × 60 ഈസ് 1200 meter. ഇതാണോ മക്കളെ ട്രെയിനിൻ്റെ നീളം? 1200 meter ആണോ? അല്ലെങ്കിൽ 1.2 km ആണോ ട്രെയിൻ നീളം? അല്ല, അതിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? സോറി, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആ പറഞ്ഞ കാര്യം വരയ്ക്കാം. ശ്രദ്ധിക്കണേ മക്കളെ. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് വിചാരിക്കുക. ഇതാണ് ബ്രിഡ്ജ്. ഓക്കെ, ഇതിലൂടെ പോകേണ്ട ട്രെയിനിനെ ഞാൻ അടുത്തായിട്ട് വരയ്ക്കുന്നു. ഇതാണ് ട്രെയിൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞ കാര്യം, ഈ ട്രെയിൻ ബ്രിഡ്ജിൽ കയറി ഇങ്ങനെ പോയി ഇവിടെ എത്തുന്ന കേസ് അല്ല പറഞ്ഞത്. ഇങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. മനസ്സിലായോ? ഒരിക്കലും കൂടി ശ്രദ്ധിക്കും മക്കളെ. ഇവിടെ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടെ എത്തിയാൽ ട്രെയിൻ ആകെ എത്ര ദൂരം പോയി? ദാറ്റ് ഈസ് ഗിവൺ. ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഈസ് ഗിവൺ. അതെത്രയാ? 500 meter, 1/2 kilometer. This is the length of the bridge. മനസ്സിലായോ? സോ ഈ ട്രെയിൻ നോക്കൂ മക്കളെ, ഇവിടെ നിന്ന് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സോറി, ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കണം. അതിൻ്റെ ടിപ്പ് ദാ നോക്കിക്കേ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ടിപ്പ് ഇവിടേക്ക് എത്തിയപ്പോൾ ട്രെയിൻ കവർ ഡിസ്റ്റൻസ് ഓഫ് 500 meter അല്ലേ? ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇങ്ങനെ പോയി എവിടെ എത്തിയിട്ടുണ്ട്? ഈ ട്രെയിനിൻ്റെ ബാക്ക് സൈഡ് കൂടി ക്രോസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ മക്കളെ? അപ്പോൾ ആക്ച്വലി ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജാണ്. മനസ്സിലായോ? 1200 meter എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ. ഇത്രയും ദൂരം കരുതുക 500 ആയി. ദെൻ ബാക്കി കാണുന്ന ട്രെയിനിൻ്റെ നീളം കൂടി പോയപ്പോഴാണ്, പോകുന്നില്ല, അതുകൂടി പോയപ്പോഴാണ് എന്തായത്? 1200 ആയത്. മനസ്സിലായോ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് 1200 ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ബ്രിഡ്ജ് പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ. ഒരിക്കൽ കൂടി പറയണോ? ശ്രദ്ധിക്കും മക്കളെ. ബ്രിഡ്ജിൻ്റെ ലെങ്ത് 500 ദാറ്റ് ഈസ് ഗിവൺ അല്ലേ? ആ ബ്രിഡ്ജിനെ ട്രെയിൻ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോക്കിക്കേ,
ഇവിടെയുള്ള ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ ഇപ്പോൾ 500 മീറ്ററാണ് ട്രിപ്പ് ട്രാവൽ ട്രെയിനിൻ്റെ ടിപ്പ് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം ട്രാവൽ ചെയ്ത്. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയി ഇവിടെ എത്തിയാൽ മാത്രമാണ് ക്രോസ് ചെയ്തെന്ന് പറയുക അല്ലേ. ട്രെയിൻ മുഴുവൻ പാലം കടന്നു പോയല്ലേ ട്രെയിൻ ക്രോസ് ചെയ്തെന്ന് പറയാം. അപ്പോൾ ആകെ എത്ര പോയി? ഈ കാണുന്ന 500ഉം പിന്നെ ട്രെയിനിൻ്റെ ലെങ്ത് ആയിട്ടുള്ള ഇത് കൂടെ പോയി. മനസ്സിലായോ? യെസ്. അപ്പോൾ നമുക്ക് കിട്ടി 1200 ഈക്വൽ ടു ലെങ്ത് ഓഫ് ബ്രിഡ്ജ് 500 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ. അപ്പോൾ നിങ്ങൾ പറ, ആൻസർ കമൻറ്റ് ചെയ്യും മക്കളെ. ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സോ ദിസ് ഈസ് ഇറ്റ്. ചാപ്റ്ററിലെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോസ് കണ്ടുമുട്ടാം. സി യു. ബൈ.